സമസ്ത ഗ്ലോബൽ എക്സ്പോയുടെ ഭാഗമായുള്ള മൂന്നാം ദിവസമായ ഇന്ന്, അതായത് പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കൊക്കെ പ്രവേശനമുള്ള ആദ്യ ദിവസമായ ഇന്ന് നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഗ്ലോബൽ എക്സ്പോ കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഗ്ലോബൽ എക്സ്പോ കാണാനെത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് നമുക്ക് ഇപ്പോൾ നമ്മളോട് കൂടെ ഉള്ളത്. നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരുവാരക്കുണ്ടിൽ നിന്നെത്തിയ കുട്ടികളാണ്. എന്താണ് എപ്പോഴാണ് എത്തിയേ? 9:30 ടൈം എത്തി. അപ്പോൾ എങ്ങനെ പുറപ്പെട്ടു? രാവിലെ എപ്പോൾ പുറപ്പെട്ടു? ഇന്നലെ രാത്രി 9:30. അപ്പോൾ കരുവാരക്കുണ്ടിന്ന് അത്രയും ദൂരം ഉണ്ട് അങ്ങോട്ട്? 250ഓളം കിലോമീറ്റർ അപ്പോൾ യാത്ര ചെയ്തിട്ട് ആണ് എത്തിയിട്ടുള്ളത്. ക്ഷീണമുണ്ടോ? ഉറങ്ങിയാ നന്നായിട്ട്? ബസ്സിലൊക്കെ നന്നായിട്ട് ഉറങ്ങി എല്ലാവരും അല്ലേ? രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നോ? അപ്പോൾ എക്സ്പോ ഒക്കെ ഏകദേശം ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് വരികയാണ് അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പോ? സൂപ്പർ. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? മക്കനെ കുറിച്ചിലാണ്. വേറെ എന്തെങ്കിലും ഒരു കൗണ്ടർ പറയാം. ഖബറാണ് ഇഷ്ടമായത്. നിനക്ക് എന്താ ഇഷ്ടമായത്? ഇറാഗുവാണ്. അവിടെ എന്താ ബാക്കിൽ ആർക്ക് എന്താ ഇഷ്ടമായത്? കൗണ്ടർ ഇഷ്ടമായത് അവിടെ പറയാം. ഇറാഗുവാണ് എല്ലാവർക്കും ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ ഗ്ലോബൽ എക്സ്പോയെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ വരാൻ തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? ഒരാഗ്രഹം തോന്നി അല്ലേ വരണം എന്നുള്ള? 100ാം വാർഷികം ഈ സ്കൂള് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഈ കുട്ടികൾ നിൽക്കുന്നതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് സമസ്തയുടെയൊക്കെ പണ്ഡിതനായിരുന്ന KT മാനു മുസ്ലിയാർ സാഹിബിൻ്റെ പേരമകന് നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് പേരെന്താ കൂടെ വരും? മുഹമ്മദ് അബിയാൻ. വല്യപ്പാനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഓർമ്മകൾ? വല്യപ്പാനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എങ്ങനെയാണ് എന്നാലും ഉമ്മാൻ്റെ ഒക്കെ കൂടെ കേട്ടിട്ടൊക്കെ ഉള്ള എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? ഇപ്പൊ നല്ലൊരു പണ്ഡിതനായിരുന്നു. സമസ്തക്ക് വേണ്ടി നല്ലോണം പ്രവർത്തിക്കുന്ന ആളായിരുന്നു. നജാത്തിന് തന്നെ നല്ലോണം പണിയെടുത്ത ഒരാളായിരുന്നു. വലിയൊരു നല്ല മനുഷ്യനായിരുന്നു. അതാണ് നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതും. അപ്പം ഒരുപാട് എല്ലാവരും KT മാനു മുസ്ലിയാർ സാഹിബിനെയൊക്കെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല, സമസ്തയെ അറിയുന്ന എല്ലാവരും. അപ്പോൾ ഈ നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് നിരവധി എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്? 43 കുട്ടികൾ. അധ്യാപകരാണ്? പേര് പറഞ്ഞു. എൻ്റെ പേര് സനൂപ് ഫൈസി. ഞാൻ ഷുഹൈബ് പ്രിൻസിപ്പളാണ്. സുൽഫിക്കർ അലി. ഇന്നിപ്പോ തിരിച്ചു പോകും എല്ലാവരും കഴിഞ്ഞോ? തിരിച്ചു പോകും. ഇനി പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതിന് കൂടെ ഏതായാലും കാസർഗോഡ് വരുന്നതാണല്ലേ അല്ലേ? മാലിക് ദിനാറൊക്കെ പോകുന്നുണ്ടോ? അവിടെ പോയിട്ടാണ് വന്നത്. ഫസ്റ്റ് സുബൈക്ക് അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഇനി അങ്ങനെ ബേക്കൽ കോട്ട ഉണ്ട് പ്ലാനിലുണ്ട്. വന്നപ്പോലെ എല്ലാം കാണാൻ കുറെ അറിവ് കിട്ടിയ സ്ഥിതിക്ക് കുറെ കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഒരു ക്ലാസ്സിനെ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ക്ലാസ്സിൽ 6ാം ക്ലാസ് 5ാം ക്ലാസ്സിലെ തിരഞ്ഞെടുത്ത കുറച്ച് കുട്ടികളെ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറേ ആളുകൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ സമസ്തയുടെ ഭാഗമായി ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കുട്ടികളും ആകുക എന്നുള്ളതും ഈ കുട്ടികളിലൂടെ മറ്റു കുട്ടികളിലേക്കും ഇതിൻ്റെ മെസ്സേജും കാര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം. എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷേനേക്കാളും കൂടുതൽ അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സ്കൂളിൽ തിരിച്ചെത്തിയിട്ട് ബാക്കി കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും റിവ്യൂ പരിപാടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്? ഇവർക്ക് തന്നെ ട്രാവലോ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ബസ്സിൽ നിന്ന് തന്നെ ക്വിസ് കോമ്പറ്റീഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് അങ്ങനെ ഓരോ ജില്ലകളിലുള്ള പ്രത്യേകതകൾ, ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ക്വിസ് മത്സരം, പിന്നെ പ്രത്യേകിച്ച് അവർക്ക് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും. നടക്കട്ടെ. അപ്പോൾ ആരോ പാട്ട് പാടുന്നു പറഞ്ഞു. ആരോ പാട്ട് പാടുക? സാറാണ് പാടുന്നത്. ഓക്കെ, കുട്ടികളല്ലേ? സാധാരണ കുട്ടികളാണ് ഞാൻ പാടാൻ പറഞ്ഞ് ഓടി വരും. ഓക്കെ സാർ ആയിക്കോട്ടെ. സാറ് പാട്ട് പാടിയിട്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ശില്പിയായ KT ഉസ്താദിനെ കുറിച്ചുള്ള 2 വരികളാണ്. കണ്ണീർ തുള്ളികൾ എന്നുടെ കവിളിൽ പാടുകൾ തീർത്തല്ലോ, കരുണാസാഗരം KT ഉസ്താദന്ന് പിരിഞ്ഞല്ലോ, നേതൃത്വ നിരയതിലെങ്ങും വെള്ളി വിളക്കായി മിന്നും നേതാവിൻ സ്തുതികളതിന്ന് സ്മരണകളായല്ലോ, കണ്ണീർ തുള്ളികൾ എന്നുടെ കവിളിൽ പാടുകൾ തീർത്തല്ലോ, കരയും മിഴിയിണയിൽ ചുടുനീര് പടർന്നല്ലോ. ഓക്കെ, താങ്ക് യു. നന്നായി പാടി. സ്ഥിരം പാട്ടുകാരനാണല്ലേ നിങ്ങളെ? ഓക്കെ, അപ്പോൾ ഗ്ലോബൽ എക്സ്പോയിൽ നിന്നും മറ്റ് കാഴ്ചകളുമായി സുപ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. തുടർച്ചയായി.